എല്ലാവരും ചേർന്ന് രണ്ട് കരങ്ങളെ തുറന്ന് വിളിക്കാം. യേശുവേ യേശുവേ എന്ന് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വചനം പറയുന്നു, ദാനിയേലിന്റെ പുസ്തകം 14-ാം അധ്യായം 25-ാം തിരുവചനം, ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും. അവിടുന്നാണ് ജീവിക്കുന്നവനായ ദൈവം. കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തികളെ, കർത്താവിനെ ആരാധിക്കുന്ന സമൂഹമേ, ഈ സമയം കർത്താവിന്റെ കരുണയും കൃപയും സകല വ്യക്തികളുടെ മേലും അവിടുന്ന് വ്യാപരിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കും. കർത്താവിനെ ആരാധിക്കുന്ന കുടുംബമായി, വ്യക്തികളായി ഈ സമയം എൻ്റെ കുടുംബം മാറട്ടെ. ഓരോ വ്യക്തികളും അവിടുന്ന് മാറട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം. ഇത് കർത്താവിന്റെ സമയമാണ്, രക്ഷയുടെ സമയമാണ്. കർത്താവ് ഓരോ വ്യക്തികളെയും കാണാൻ വന്നിരിക്കുന്ന സമയമാണല്ലോ. ആദ്യ മാതാപിതാക്കൾ ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ കൂടെ നടന്നീങ്ങിയതുപോലെ നിന്റെ കൂടെയായിരിക്കുവാൻ, നിന്റെ ദൈവത്തിന്റെ കൂടെയായിരിക്കുവാൻ ദൈവം അവിടുന്ന് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്റെ കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യാക്കോബിന്റെ ശക്തനായ ദൈവം, ഇസ്രായേലിന്റെ പാറയായ ഇടയൻ, തന്റെ കൈകൾ കൊണ്ട് അവന്റെ കരങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തി. കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്റെ കരങ്ങളെ ചേർത്ത് വെച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഈ ആത്മജ്വാല ശുശ്രൂഷയെ പങ്കെടുക്കുന്ന സകല വ്യക്തികളിലേക്കും കർത്താവിന്റെ ശക്തി അവിടെ വ്യാപരിക്കട്ടെ, കൃപകൾ അവിടെ വ്യാപരിക്കട്ടെ. വിളിച്ച് വിളിച്ചുണരട്ടെ. യേശുവേ കരങ്ങൾ കൂപ്പി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദാനിയേലിന്റെ പുസ്തകം 14-ാം അധ്യായം 25-ാം തിരുവചനം, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, കാരണം അവിടുന്നാണ് ജീവിക്കുന്നവനായ ദൈവം. ഇസ്രായേൽ ജനം അവരുടെ കഷ്ടപ്പാടിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ദൈവം അവരുടെ പ്രാർത്ഥനകൾ കേട്ടു, അവരെ കണ്ടു. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വർഷിക്കപ്പെട്ടിട്ടില്ല. അതിന് കാരണമെന്താ? പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളായി മാറണം. ഇസ്രായേൽ ജനം അവരുടെ കഷ്ടപ്പാടിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു, ദൈവം അവരെ കണ്ടു. ഇന്നും പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളാവണം. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. അതുകൊണ്ട് ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം തിരുവചനം പറയുന്നേ, ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കും. ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കും. ഇസ്രായേൽ ജനം അവരുടെ കഷ്ടപ്പാടിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. എന്നാൽ ദൈവം പ്രാർത്ഥന കേട്ടു, അവിടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നില്ല. എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെട്ടത്? ഇവിടെയാണ് നാം കണ്ടുമുട്ടുന്നത്. മോശ ഫറവോന്റെ അടുക്കൽ വന്നുകൊണ്ട് മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഫറവോയുടെ മുമ്പിൽ വാദിക്കുകയാണ്. മോശ പറഞ്ഞു, എൻ്റെ ജനത്തെ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുവാനായി വിട്ടയക്കുക. എൻ്റെ ജനത്തെ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുവാനായി വിട്ടയക്കുക. ഈ സമയത്ത് ഫറവോ പറയുന്നുണ്ട്, എന്തിനാണ് ഈ ജനത്തെ മരുഭൂമിയിലേക്ക് ദൈവത്തെ ആരാധിക്കുവാനായി വിട്ടയക്കുന്നത്? ഞാൻ ഇവിടെ അവർക്ക് വേണ്ട സ്ഥലം കൊടുക്കാമല്ലോ, സമയം കൊടുക്കാമല്ലോ, സാഹചര്യം ഒരുക്കി കൊടുക്കാമല്ലോ. ഈജിപ്തിൽ ഒരുപാട് സ്ഥലങ്ങളില്ലേ, ഒരുപാട് പ്രദേശങ്ങളില്ലേ, ഒരുപാട് വ്യക്തികളില്ലേ. എവിടെ വേണമെങ്കിലും അവർ ദൈവത്തെ ആരാധിച്ചോട്ടെ, ഞാൻ സമയം കൊടുത്തോളാം, അതിനുവേണ്ട എല്ലാ സാഹചര്യവും കൊടുത്തോളാം. എന്നാൽ
മോശ പറയുന്നുണ്ട്, ഇവിടെയല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്, എൻ്റെ ജനത്തെ ദൈവത്തെ ആരാധിക്കുവാനായി മരുഭൂമിയിലേക്ക് വിട്ടയക്കുക. അതിന് കാരണമുണ്ട്. ഇസ്രായേൽ ജനത്തിന് ഈജിപ്തിന്റെ അടിമത്തത്തിൽ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയില്ല. ഇന്നും പ്രിയപ്പെട്ടവരെ, അടിമത്തത്തിൽ കിടക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയില്ല. അടിമത്തത്തിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിന്റെ ബന്ധനക്കെട്ടുകളായിരിക്കാം, ഹൃദയത്തിൽ വെറുപ്പ് വിദ്വേഷമായി നടക്കുന്ന വ്യക്തികളായിരിക്കാം, ജഡിക പാപ സുഖങ്ങളുടെ പിന്നാലെ നടക്കുന്ന വ്യക്തികളായിരിക്കാം, മൂലപാപങ്ങളായിരിക്കാം, തിരുസഭയുടെ കൽപ്പനകൾ ലംഘിച്ച് ജീവിക്കുന്ന അവസ്ഥയായിരിക്കാം. 10 കൽപ്പനകളിലൂടെ തങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തി കഴിയുമ്പോൾ അതെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥകളായിരിക്കാം. ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തിക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയില്ല. ഈജിപ്ത് അടിമത്തത്തിന്റെ സ്ഥലമാ. അടിമത്തത്തിന്റെ സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ സമയത്ത് ഫറവോ പറയുന്നുണ്ട്, ഈ ദേശത്ത് നിന്ന് നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മരുഭൂമിയിലേക്ക് പൊക്കോ. എന്നാൽ ഇവിടെയുള്ള പുരുഷന്മാർ മരുഭൂമിയിൽ പോയി ദൈവത്തെ ആരാധിക്കട്ടെ. സ്ത്രീകളും കുഞ്ഞുങ്ങളും അവിടെ വളർത്തുമൃഗങ്ങളും ഇവിടെ തന്നെ നിൽക്കട്ടെ. ഈ സമയത്ത് മോശ പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഇവിടെ നിർത്തിയിട്ട് പുരുഷന്മാർക്ക് ദൈവത്തെ പോയി ആരാധിക്കാൻ സാധിക്കുകയില്ല. അതിന് കാരണമുണ്ട് പ്രിയപ്പെട്ടവരെ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37-ാം തിരുവചനം പറയുന്നുണ്ട്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കണം. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കാൻ ഇസ്രായേൽ ജനത്തിലെ പുരുഷന്മാർക്ക് മാത്രം സാധിക്കുമോ? കാരണം എന്താ? അവരുടെ സ്ത്രീകളാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ, അവിടെ കന്നുകാലികളാകട്ടെ, അതെല്ലാം ഇപ്പോഴും ഈജിപ്തിൽ തന്നെയാണ്. പിശാച് വെക്കുന്ന കെണിയ. ദൈവത്തെ ആരാധിക്കാനായി ഒരു വ്യക്തി ഇറങ്ങിത്തിരിക്കുമ്പോൾ ചില മേഖലകളിൽ അവിടുന്ന് സൗഖ്യം കൊടുക്കുന്നുണ്ട്, വിടുതൽ കൊടുക്കുന്നുണ്ട്, സാഹചര്യം ഒരുക്കുന്നുണ്ട്. എന്നാൽ അവിടെയൊക്കെ അടിമപ്പെടുത്തുന്ന ചില തിന്മകൾ അവിടെ കെണിയായി നിൽക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞു തരികയാണ്. അവസാനം മോശ ഇസ്രായേൽ ജനത്തെ മുഴുവൻ മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. മരുഭൂമിയിൽ അവർ ദൈവത്തെ ആരാധിച്ചു. മരുഭൂമിയിൽ ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ദൈവത്തിന്റെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി അവർ കാണുകയാണ്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ബന്ധനത്തിൽ കിടന്ന വ്യക്തികൾ ആ ബന്ധനക്കെട്ടുകൾ വിട്ടുപേക്ഷിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കാണാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ആത്മജ്വാല ശുശ്രൂഷയെ പങ്കെടുക്കുന്ന സകല മക്കളും തിരിച്ചറിയണം, എനിക്ക് ദൈവത്തെ ആരാധിക്കുന്നതിന് എൻ്റെ ശരീരത്തിന്, എൻ്റെ മനസ്സിന്, എൻ്റെ ആത്മാവിന് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും ബന്ധന കെട്ടുകളുണ്ടോ, പാപത്തിന്റെ ഏതെങ്കിലും അംശങ്ങളുണ്ടോ, ഈ അവസ്ഥകൾ വിട്ടുപേക്ഷിച്ചുകൊണ്ട് വേണം ഞാൻ ദൈവത്തെ ആരാധിക്കാൻ. എങ്കിലാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കുവാൻ മരുഭൂമിയിലേക്ക് കടന്നു വന്നു. അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അവിടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. എന്താണ് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് കാണാൻ സാധിക്കും. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ദൈവം അവിടെ കൂടെ നടന്നു. ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ദൈവം കൂടെ ഉണ്ടാവും എന്നുള്ളത്. പാപത്തിന്റെ വഴി വിട്ടുപേക്ഷിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞ മക്കളെ, നിന്നെ ഒറ്റയ്ക്ക് മരുഭൂമിയിൽ വിട്ടിട്ട് കയ്യും കെട്ടിയിരിക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ഈ ദൈവം നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ടല്ലേ സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം 4-ാം തിരുവചനം പറയുന്നേ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഓരോ വ്യക്തികളും
പാപത്തിന്റെ വഴികൾ, ബന്ധനക്കെട്ടുകൾ വിട്ടുപേക്ഷിച്ച് ദൈവത്തെ ആരാധിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ദൈവം കൂടെ നടക്കുന്ന അനുഭവം. അനേകം കുടുംബങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്നില്ലേ? ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ വീണ്ടും നാം കണ്ടുമുട്ടുകയാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, അവർ മരുഭൂമിയിലൂടെയുള്ള യാത്ര മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ മുമ്പിൽ ചെങ്കടൽ. എന്നാൽ ഈ ചെങ്കടലിന് മുമ്പിൽ ഇസ്രായേൽ ജനം പകച്ചു നിന്നപ്പോൾ മോശയോട് പറഞ്ഞു, മോശേ, നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ആ ചെങ്കടലിനെ അടിക്കുക. എന്താ സംഭവിച്ചേ? ചെങ്കടൽ രണ്ടായി മാറി. അതിന്റെ മധ്യത്തിലൂടെ ഇസ്രായേൽ ജനം അത്ഭുതകരമായി അക്കരയിലേക്ക് കടക്കുകയാണ്. ഈ കാലഘട്ടത്തിലും ഓർക്കണം പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്നാൽ ആ പ്രതിസന്ധിയിൽ കിടന്ന് തകരാനല്ല ദൈവം കൂടെയുള്ള മക്കൾക്ക്, ദൈവത്തെ ആരാധിക്കുന്ന മക്കൾക്ക് ദൈവം അവിടെ തരുന്നത്. മറിച്ച് ദൈവം നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും അവിടെ നിന്ന് വെളിപ്പെടുത്തി തരും. ദൈവത്തെ ആരാധിച്ചു ആ മരുഭൂമി അനുഭവങ്ങളിലും ചെങ്കട അനുഭവങ്ങളിലും കിടന്ന് നശിക്കുകയല്ല, ദൈവം പുതിയ വഴികൾ, പുതിയ പാതകൾ നിന്റെ മുമ്പിൽ തുറന്നു തരുമെന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ മുന്നോട്ട് പോകുകയാണ്. അവർക്ക് വിശന്നു കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായി മന്ന ദൈവം വർഷിച്ചു. അവർക്ക് ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് ദൈവം ജലം നൽകി കുടിക്കാൻ വെള്ളം കൊടുത്തു. ഇതുപോലെ തന്നെ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളെ ദൈവം അവരെ കാത്തു പരിപാലിക്കും. അവരുടെ ജീവിതത്തിന്റെ മുമ്പിലെ പ്രതിസന്ധികൾക്ക് ദൈവം ഉത്തരം തരും, പുതിയ വഴികൾ തുറന്നു തരും. അവരുടെ കൂടെ മേഘസ്തംഭമായി, അഗ്നിസ്തംഭമായി ദൈവം കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമുക്കും ദൈവത്തെ ആരാധിക്കാം. പൗലോസും സീലാസും ജയിലറയിൽ ദൈവത്തെ സ്തുതിച്ചാരാധിച്ചപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു വീണതുപോലെ ഈ സമയം നമുക്കും ദൈവത്തെ ആരാധിക്കാം. മുട്ടുകൾ കുത്താൻ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളായിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിച്ച് പാപത്തിന്റെ ബന്ധനക്കെട്ടുകളിൽ കിടക്കുന്ന മക്കൾക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ശരീരം, മനസ്സ്, ആത്മാവ് ഈ മേഖലകളിൽ ഏതെങ്കിലും ബന്ധനക്കെട്ടുകൾ എന്നെ, എൻ്റെ പ്രിയപ്പെട്ടവരെ ബന്ധിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് സ്വതന്ത്രമായി ഈ സമയം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ കൃപയൊഴുകാൻ പോവുക. മത്തായി സുവിശേഷം 22-ാം അധ്യായം 37-ാം തിരുവചനം പറയുന്നു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ ആരാധിക്കുക. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നീങ്ങിയപ്പോൾ മേഘസ്തംഭമായി, അഗ്നിസ്തംഭമായി ദൈവം അവിടെ കൂടെ ഉണ്ടായിരുന്നു. ഈ സമയം കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന അടിമത്തങ്ങൾ, ഈജിപ്തിന്റെ അനുഭവങ്ങൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. പാപത്തിന്റെ ബന്ധനങ്ങൾ, തഴക്കദോഷങ്ങൾ, വെറുപ്പ്, അഹങ്കാരം, ബന്ധനക്കെട്ടുകൾ, ദുശീലങ്ങൾ, മദ്യപാനത്തിന് അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥ, പുകവലിക്ക് അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ഞങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന പാപത്തിന്റെ ബന്ധനങ്ങൾ എല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. മക്കളെ, രണ്ട് കരങ്ങൾ ഉയർത്തി ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ദൈവത്തെ ആരാധിച്ചതുപോലെ നമുക്കും കർത്താവിനെ ആരാധിക്കാം. രണ്ട് കരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പൗലോസ് സീലാസ് സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു വീണതുപോലെ ഈ സമയം ഓരോ വ്യക്തികളെയും അവരുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ ചങ്ങലകളും അടിയട്ടെ. വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, പൂർണ്ണമായി സമർപ്പിച്ചെന്ന് പാടി.
പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം തിരുവചനം പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നിങ്ങളുടെ ദേശത്ത് ഉണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. ഓ എൻ്റെ കർത്താവേ, ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണല്ലോ. അവരുടെ ഭക്ഷണവും പാനീയവും ആസ്വദിക്കും. അവരുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ അവിടെ ദേശത്തുണ്ടാവുകയില്ല. അവർക്ക് ദീർഘായുസ് നൽകുമെന്നുള്ളത്. ഓ എൻ്റെ കർത്താവേ, ഈ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ വരുന്ന ചെങ്കടലുകൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞങ്ങൾ വിട്ടുപോകുമെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് തന്നേനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നു നീങ്ങിയപ്പോൾ അവർക്ക് വിശന്നു. ദൈവം മന്ന വർഷിച്ചു. അവർക്ക് ദാഹിച്ചു. പാറയിൽ നിന്ന് ജലം നൽകി. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നിന്ന് കാനാൻ ദേശത്തെ എത്തിച്ച ദൈവമേ, ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഏതെല്ലാം മേഖലകളുണ്ടോ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ തൊഴിൽ മേഖലകൾ, വരുമാന മാർഗങ്ങൾ, മക്കളുടെ ജീവിതങ്ങൾ, ജീവിത പങ്കാളി, സകല മേഖലകളിലേക്ക് കർത്താവിനെ കരം അവിടെ നീട്ടിപ്പിടിക്കണമേ. ഞങ്ങൾ അങ്ങേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ ഈ സമയം ആരാധിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ചുണരട്ടെ. യേശുവേ, സമ്പൂർണമായി സമർപ്പിച്ച് ആരാധിച്ചേ. ഈശോയേ, ഇരു കരങ്ങളും യാചനാരൂപത്തെ തുറന്നു വിടിച്ച് താഴ്ന്ന സ്വരത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് നമ്മെ ആശീർവദിക്കുന്ന സമയമാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന സമയമാണ്. എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദാനിയേലിന്റെ പുസ്തകം 14-ാം അധ്യായം 25-ാം തിരുവചനം. ദാനിയേൽ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും. അവിടുന്നാണ് ജീവിക്കുന്നവനായ ദൈവം. ജീവിക്കുന്നവനായ ദൈവം പുതിയ നിയമത്തെ നമ്മോട് പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാ. ജീവനുള്ള അപ്പത്തെ വിളിച്ച് പ്രാർത്ഥിച്ചേ. ഇന്നും ജീവിക്കുന്നവനായ ദൈവത്തെ രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം തിരുവചനം പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കും. സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ, നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ. കർത്താവ് നമ്മെ ആശീർവദിക്കുന്ന, കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന സമയമാ. വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇത് കർത്താവിന്റെ സമയമാ. ഇത് രക്ഷയുടെ സമയമാ. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. വിളിച്ചുണരട്ടെ. യേശുവേ, എല്ലാവരും ചേർന്ന്
രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമായി വിട്ടുകൊടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ ബന്ധനക്കെട്ടുകളും യേശുനാമത്തിന്റെ ശക്തിയാൽ അവിടെ നടിയുന്ന സമയമാണ്. എല്ലാ മക്കളെ യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാം തിരുവചനം പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവന്റെ മേൽ ശക്തമായി ആവസിച്ചു. അവനെ കെട്ടിയിട്ടിരുന്ന കയർ ക്ഷണനൂല് പോലെ കത്തിയമർന്നു. ഈ വചനത്തിന്റെ ശക്തിയാ ഈ മക്കളുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ ബന്ധന കെട്ടുകളും അടിയട്ടെ. സങ്കീർത്തനം 91:10, നിനക്കൊരു തിന്മയും വരികയില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ തൊടുകയില്ല. ഈ വചനത്തിന്റെ ശക്തിയാൽ ഓരോ കുടുംബങ്ങളെ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന ബന്ധനക്കെട്ടുകൾ അടിയട്ടെ. സ്വന്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ, ദൈവത്തിന്റെ വലിയ കൃപ ഞങ്ങളിലേക്ക് ഒഴുകണമേ. ദിവ്യാരണത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ജോലി മേഖലയിലേക്ക് കടന്നു വരണമേ. ദൈവത്തിന്റെ കൃപ ഞങ്ങളിലേക്ക് ഒഴുകണമേ. കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി നിറയണമേ. കർത്താവെ, നിന്നെ ആരാധിക്കുവാൻ, നിന്നെ സ്തുതിക്കുവാൻ, നിന്നെ നന്ദി പറയുവാൻ കർത്താവെ ദൈവത്തിന്റെ വലിയ കൃപ ഞങ്ങളിലേക്ക്, ജീവിതത്തിലേക്ക് ഒഴുകണമേ. കർത്താവേ, യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ. കർത്താവേ, നന്ദി പറയാനുള്ള വലിയ കൃപ നൽകണമേ. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം ഞങ്ങളിലേക്ക് ചൊരിയണമേ. യേശുവേ, ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമാ പരിശുദ്ധ